കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പരാതി പരമ്പരകളാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പുറത്തു വന്ന പരാതികൾ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തുടർന്നു വരുന്ന വാർത്തകൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിയുടെ MLA-യും നേതാവുമായിരുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുടെ നടുവിൽ കൃത്യമായ തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിനോട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനും തേച്ചുമായ്ച്ച് കളയാനുമുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. പിതൃതുല്യം സ്നേഹിക്കുന്ന നേതാവിനോട് ഞാനിതെല്ലാം 3 വർഷം മുമ്പ് പറഞ്ഞിട്ടും കാര്യമായ ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ പരാതിയുടെ തുടക്കം ഉണ്ടായത്. ഞാൻ അപ്പോഴേ ഇടപെട്ടു എന്ന് VD സതീശൻ പറഞ്ഞെങ്കിലും എന്നോടൊരു കാര്യവും പറഞ്ഞിരുന്നില്ല എന്ന് മറുഭാഗം വിശദീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഓരോന്നോരോന്നായി തെളിവുകൾ പുറത്ത് വിട്ടത്. മനസാക്ഷിയുള്ള കേരളത്തിലെ ജനതയും സാധാരണ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ശക്തമത്തായി ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ഈ പ്രതികരണത്തിൻ്റെ കരുത്തിലാണ് നടപടി എടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിച്ചത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത്. അതും വീരപരിവേഷം നൽകി ഞാനങ്ങോട്ട് രാജിവെക്കുകയാണ് എന്നാണ് രാഹുൽ മാക്കൂട്ടം വ്യക്തമാക്കിയത്. അതിലൂടെ ജനരോഷം അവസാനിപ്പിച്ച് ദുർബലപ്പെടുത്തി രക്ഷപ്പെടുത്താനാവുമെന്നായിരുന്നു ആദ്യത്തെ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. വീണ്ടും ശക്തിയായ പ്രതികരണം ഉയർന്നു വരികയും കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഒന്നടങ്കം ഈ പീഡന തെളിവുകൾ അവരുടെ കൺമുമ്പിൽ ഇതെല്ലാം കാണുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രോഷത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിലൊരു വിഭാഗം കൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന വാദം ഉന്നയിച്ചത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ MLA സ്ഥാനം ഒഴിവാക്കാനോ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കോൺഗ്രസിൻ്റെ തന്നെ ഭരണഘടനയുടെ 19 പ്രകാരം അതിൻ്റെ തന്നെ അനുച്ഛേദം 6 സബ് ക്ലോസ് C പ്രകാരം
ഒരു ജനപ്രതിനിധിയായ കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്താൽ അയാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ ആർജിച്ച എല്ലാ പദവികളും രാജിവെക്കണം എന്നാണ് അവരുടെ ഭരണഘടന. കോൺഗ്രസിൻ്റെ ഭരണഘടനയുടെ 19 ക്ലോസ് നമ്പർ 6 സബ് ക്ലോസ് C പ്രകാരം. അപ്പോൾ സാധാരണ കോൺഗ്രസിൽ സസ്പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര കാലാവധി എന്ന് സസ്പെൻഷനെ സംബന്ധിച്ച് ഒപ്പം തന്നെ തീരുമാനിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണഘടന പ്രകാരം കാലാവധി പറയാത്തതിനുണ്ട് 30 ദിവസ കാലാവധി കഴിഞ്ഞാൽ അവർക്കവരെ രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ തടസ്സവും ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഒരു ഒത്തുകളിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക അല്ല, മറിച്ച് ജനകീയ സമ്മർദ്ദം കൊണ്ട് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രമുഖരുൾപ്പെടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ അതിക്രൂരമായ ക്രിമിനൽ നിലപാടുകൾ മായ്ച്ചു കളയുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ തുടങ്ങി. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം കൊടുത്തു തുടങ്ങുന്ന നില വന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അഘാതത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്, അതുവഴി സാധിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുക.